പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഇതെന്താ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഒരു മാനം വെഡിങ് ഇൻവിറ്റേഷൻ തരാമെന്നാ. ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കണമെന്നല്ലേ? താ നോക്കട്ടെ. ദിവ്യപ്രഭ. നല്ല പേരാട്ടോ അഭിമന്യു. വല്ലാതെ പ്രഭ ചൊരിയും ജീവിതത്തിൽ, അതും ദിവ്യമായി തന്നെ. പ്രതീക്ഷിക്കാം. എന്തായാലും അമൃതമായിരിക്കാൻ വഴിയില്ല. ഒരേ ദിവസം ഒരേ മുഹൂർത്തം. എന്താ? അഭിമന്യുവിന്റെ കല്യാണ ദിവസം അതേ മുഹൂർത്തത്തിൽ തന്നെയാ എന്റെയും വിവാഹം. ഓ, എന്താ ആലോചിക്കുന്നത്? അല്ല, നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ചില യാദൃശ്ചികതകളും നിമിത്തങ്ങളും എന്നെ വല്ലാതെ അമ്പരിപ്പിക്കുന്നുണ്ട്. ഇത് യാദൃശ്ചികമാണെങ്കിലും അഭിമന്യുവിന്റെ അമ്മയ്ക്ക് സന്തോഷമായി കാണും. ഈ ദിവസവും മുഹൂർത്തം അമ്മയുടെ തീരുമാനം. വാശിയായിരുന്നു എന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി? ആയിരിക്കാം. എന്തായാലും ഇൻവിറ്റേഷൻ കാർഡ് തന്നേ ഉള്ളൂ. പഞ്ചരത്നങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നറിയാം. എന്നാലും അറിയിക്കേണ്ടത് എന്റെ ഇഷ്ടമാണ്. ഒരേ മുഹൂർത്തത്തിലായതുകൊണ്ട് എനിക്ക് അഭിമന്യുവിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ആ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അതിന് പരിഹാരമുണ്ട്. ആ സമയത്ത് ഞാൻ അമൃതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ പറയുന്നൊന്നും നടക്കില്ലെങ്കിലും എല്ലാ അനുഗ്രഹം ഉണ്ടാവാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈശ്വരനോട്. എനിക്കത്ര ഈശ്വര വിശ്വാസമൊന്നുമില്ല. ഈശ്വരൻ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടില്ലായിരുന്നു. പോട്ടെ. അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ കൂടെ വന്നേ ഉള്ളൂ ഞാൻ. എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ സാറിന്റെ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമുള്ളൂ. അത് നിന്നോട് വാക്കുകളുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇഷ്ടം കൊണ്ട് നിന്റെ മുഖം ആവോളം കണ്ടു തീർക്കാനുള്ളതാ. എനിക്ക് മനസ്സിലായില്ല. എന്താ ഈ പറഞ്ഞു വരുന്നേ? എന്നെ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവും? നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കണ്ട. നിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കണം. നിന്റെ സംസാരം കേൾക്കണം. നിന്നെ ഒരുപാട് ഒരുപാട് അറിയണം. അതാണ് എന്റെ ഉദ്ദേശം. ഇപ്പൊ മനസ്സിലായോ? ചുമ്മാ ഒരു ആവേശത്തിൽ ഓരോന്ന് പറയരുത്. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. താനീ കാണിക്കുന്ന ഇഷ്ടമൊക്കെ കാണുമ്പോ ഞാനൊരു പെണ്ണല്ലേ, ആഗ്രഹിച്ചു പോവും. അവസാനം ഞാൻ വല്ലാതെ വിഷമിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചല്ലേ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് ഞാൻ നെഞ്ചിത്തോട്ട് പറഞ്ഞ സത്യമല്ലേ. ഉറപ്പ് പറഞ്ഞല്ലേ ഞാൻ. എനിക്ക് നീയല്ലൊരു മറുപടിയും തരാത്തത്. ഞാനിപ്പോ എന്താ പറയണ്ടേ? ഒന്നുകിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ പോടാ പുല്ലെന്ന് പറയണം. ഇതിനിടയിലുള്ള ഒരു സംസാരവും വേണ്ട. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
പിന്നെ ഇഷ്ടമല്ലാന്നൊക്കെ ഈ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? പക്ഷേ അപ്പോ ഇഷ്ടാണല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്കെന്റെ വീട്ടിലൊക്കെ ആലോചിക്കണ്ടേ. ഓ, അപ്പോ അത്രേ ഉള്ളൂ കാര്യം. ഞാൻ നേരിട്ട് വീട്ടിൽ ഒന്ന് കല്യാണം ആലോചിക്കാം. ഈ പെണ്ണിനെ തന്നേക്കാവോ? ഞാൻ വഴക്കും ബഹളമൊക്കെ ആയിട്ട് കൊണ്ട് നടന്നോളാന്ന് പറയാം.